ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് എന്നൊരു ഭാഗമാണ്. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് വരുന്നത്. അപ്പോൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ്, അതായത് കൃത്യസമയത്ത് നമ്മൾ റീപ്ലനിഷ്മെൻറ്റ് നടപ്പിലാക്കുമ്പോൾ സമയത്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യതിയാനങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഭാഗത്തിൽ പറയുന്നത് നോക്കാം. ദിസ് മോഡൽ ഈസ് ജസ്റ്റ് ലൈക്ക് EOQ മോഡൽ 1 വിത്ത് ഓൺലി വൺ ഡിഫറൻസ്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ EOQ മോഡൽ 1 പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഈസ് ഓൺ ദ ടൈം ടു റീപ്ലനിഷ് ദ ഇൻവെൻറ്ററി റീപ്ലനിഷ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ റീപ്ലനിഷ്മെൻറ്റ് ഓഫ് സപ്ലൈ ഈസ് ഗ്രാജുവൽ. അതായത് റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ഇൻ മെനി സിറ്റുവേഷൻ ദ എമൗണ്ട് ഓർഡേർഡ് ഈസ് നോട്ട് ഡെലിവേർഡ് വൺസ് ബട്ട് ദ ഓർഡേർഡ് ക്വാണ്ടിറ്റി ഈസ് സെൻഡ് ഓർ റിസീവ്ഡ് ഗ്രാജുവലി ഓവർ എ ലെങ്ത് ഓഫ് ടൈം വിത്ത് എ ഫൈനൈറ്റ് സപ്ലൈ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതായത് നോർമൽ സിറ്റുവേഷൻസിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നത് വെച്ചാൽ എമൗണ്ട് ഓർഡേർഡ് ഈസ് നോട്ട് ഡെലിവേർഡ് വൺസ്, അതായത് ഒറ്റ തവണ ഡെലിവർ ചെയ്തതായിരിക്കില്ല. അതായത് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഡെലിവർ ചെയ്തായിരിക്കും. ബട്ട് ദ ഓർഡേർഡ് ക്വാണ്ടിറ്റി സെൻഡ് ഓർ റിസീവ്ഡ് ഗ്രാജുവലി ഓവർ എ ലെങ്ത് ഓഫ് ടൈം വിത്ത് ഫൈനൈറ്റ് സപ്ലൈ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിലുള്ള ഫൈനൈറ്റ് സപ്ലൈക്ക് അനുസരിച്ചിട്ട് ഓർഡേർഡ് ക്വാണ്ടിറ്റി സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നോർമൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രോബ്ലം ഓഫ് EOQ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡീഷണൽ അസംഷൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമാൻഡ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ഡിമാൻഡ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു അസംഷനാണ്. കോൺസ്റ്റൻറ്റ് റേറ്റിൽ ഡിമാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരിക്കും എന്നുള്ളൊരു അസംഷനാണ്. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ റൺ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് അണ്ടിൽ ദ പ്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഈസ് കംപ്ലീറ്റ്. പ്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ റണ്ണിൽ നടപ്പിലാക്കുന്നുണ്ട്. അതായത് ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് കൃത്യസമയത്ത് തന്നെ, ഓർഡർ അവസാനിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള റീപ്ലനിഷ്മെൻറ്റ് അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ റീപ്ലനിഷ്മെൻറ്റ് എന്ന് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റീഓർഡർ ലെവൽ എത്തുന്ന സമയത്ത് തന്നെ റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് നടപ്പിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കേണ്ട സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇൻവെൻറ്ററികൾ റീപ്ലനിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷനാണ് ഇവിടെ പറയുന്നത്. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ റൺ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് ഈസ് കണ്ടിന്യൂസ്. പ്രൊഡക്ഷൻ റണ്ണിലെ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് റേറ്റ് അണ്ടിൽ ദ പ്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഈസ് കംപ്ലീറ്റ്. പ്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പ്രൊഡക്ഷൻ റണ്ണിൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് അതിൽ പറയുന്നത്. സപ്ലൈ ഓർ പ്രൊഡക്ഷൻ റേറ്റ് P ഈസ് ഗ്രേറ്റർ ദാൻ യൂസേജ് ഓർ ഡിമാൻഡ് റേറ്റ്. അതായത് സപ്ലൈ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത് ഡിമാൻഡ് റേറ്റിനേക്കാട്ടിലും ഗ്രേറ്റർ ആണെന്നുള്ളതാണ് മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത്. സപ്ലൈ റേറ്റ് ഡിമാൻഡ് റേറ്റിനേക്കാളും കൂടുതലാണ്. അതായത് റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് കൃത്യസമയത്ത് നടപ്പിലാകുന്നുണ്ടെന്ന് അർത്ഥം. ഗുഡ്സ് ഡിമാൻഡ് അല്ലെങ്കിൽ ഓർഡർ വരുന്ന സമയങ്ങളിൽ തന്നെ അതിൻ്റെ സപ്ലൈ എന്നുള്ളത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ സെറ്റപ്പ്. പ്രൊഡക്ഷൻ സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ബിഗിൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. പ്രൊഡക്ഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള കോസ്റ്റ് എന്നുള്ളത് ഫിക്സഡ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ അസംഷൻ പറയുന്നത്. അതായത് ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻ്റ് ആണ്. ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുനഃസ്ഥാപിക്കേണ്ട സമയങ്ങളിലെല്ലാം കൃത്യമായിട്ട് റീപ്ലനിഷ്മെൻറ്റ് നടപ്പിലാക്കുന്നുണ്ട്. ഇൻവെൻറ്ററികൾ എപ്പോഴൊക്കെയാണോ പുനഃസ്ഥാപിക്കപ്പെടേണ്ടത്, പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കേടുപാടുകൾ സംഭവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ട സമയങ്ങളിലോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്ന സമയത്തോ ഓട്ടോമാറ്റിക്കലി ഇത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴൊക്കെയാണോ റീപ്ലനിഷ് ചെയ്യേണ്ടത് ആ സമയങ്ങളിലെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലനിഷ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓർഡറിങ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ ഇതിൻ്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ, എമൗണ്ട് ഓർഡേർഡ് ഈസ് നോട്ട് ഡെലിവേർഡ് അറ്റ് വൺസ്. ഒറ്റ തവണ ഡെലിവർ ചെയ്തതല്ല ഓർഡർ ചെയ്യുന്നത്. ബട്ട് ദ ഓർഡേർഡ് ക്വാണ്ടിറ്റീസ് സെൻഡ് ഓർ റിസീവ്ഡ് ഗ്രാജുവലി ഓവർ എ ലെങ്ത് ഓഫ് ടൈം വിത്ത് ഫൈനൈറ്റ് സപ്ലൈ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിലുള്ള ഫൈനൈറ്റ് സപ്ലൈക്ക് അനുസരിച്ചിട്ട് ഓർഡേർഡ് ക്വാണ്ടിറ്റി സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ഓർഡേർഡ് ക്വാണ്ടിറ്റീസ് സെൻഡ് ഓർ റിസീവ്ഡ് ഗ്രാജുവലി. ഓർഡർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റികൾ സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുകയാണ് ഓവർ എ ലെങ്ത് ഓഫ് ടൈം വിത്ത് ഫൈനൈറ്റ് സപ്ലൈ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിലുള്ള ഫൈനൈറ്റ് സപ്ലൈ റേറ്റിനനുസരിച്ചിട്ട് ഓർഡേർഡ് ക്വാണ്ടിറ്റി സെൻഡ് ചെയ്യുകയോ റിസീവ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്, ഡിമാൻഡ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. കോൺസ്റ്റൻറ്റ് റേറ്റിൽ കണ്ടിന്യൂസ് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ അസംഷൻ പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ റണ്ണിലെ പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ്. പ്രൊഡക്ഷൻ ഓഫ് ഐറ്റംസ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്, കോൺസ്റ്റൻറ്റ് റേറ്റിലുമാണ്. അണ്ടിൽ ദ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഈസ് കംപ്ലീറ്റ്.
സപ്ലൈ ഓർ പ്രൊഡക്ഷൻ റേറ്റ് പി ഈസ് ഗ്രേറ്റർ ദാൻ യൂസേജ് ഓർ ഡിമാൻഡ് റേറ്റ്. പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത് ഡിമാൻഡ് റേറ്റിനെക്കാട്ടിലും ഗ്രേറ്റർ ആണെന്നുള്ളതാണ് മറ്റൊരു അസംഷൻ. പ്രൊഡക്ഷൻ ബിഗിൻസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഡക്ഷൻ സെറ്റപ്പ്. പ്രൊഡക്ഷൻ സെറ്റപ്പ് ചെയ്തതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ബിഗിൻ ചെയ്യുന്നു. പ്രൊഡക്ഷൻ സെറ്റപ്പ് കോസ്റ്റ് ഈസ് ഫിക്സഡ്. ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോർമുലയാണ് അടുത്തത് പറയുന്നത്. എങ്ങനെയാണ് ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. EBQ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ Q ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2DCO ഡിവൈഡഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡഡ് ബൈ P മൈനസ് D എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുലയായിട്ട് പറയുന്നത്. 2DCO ഒരു ബാച്ചിൻ്റെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. EBQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2DCO ഡിവൈഡഡ് ബൈ CH ഇൻറ്റു P divided by P minus D. During the production runtime TP, the inventory increase at the rate of P and simultaneously decreases at the rate of D. ഡിമാൻഡ് റേറ്റിന് അനുസരിച്ചിട്ട് ഇതെന്ത് ചെയ്യും? സൈമിൾട്ടേനിയസ്ലി ഡിക്രീസ് ചെയ്യുകയും ഇൻവെൻറ്ററി എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുന്നത് റേറ്റ് ഓഫ് പീക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പർച്ചേസ് റേറ്റിനനുസരിച്ചിട്ട് ഇൻവെൻറ്ററി ഇൻക്രീസ് ചെയ്യുകയും ഡിമാൻഡ് റേറ്റിനനുസരിച്ച് അത് സൈമിൾട്ടേനിയസ്ലി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. Therefore, the inventory gradually build up at the rate P minus D units during a production run and decreases at the rate D between production run. So, carrying cost is equal to Q divided by 2 into P minus D divided by P into CH. Production setup cost is equal to D divided by Q into CO. Total minimum variable inventory cost is equal to root of 2DCO CH into P minus D divided by P. Optimum number of production runs per year is equal to D divided by Q, that is equal to root of DCH divided by 2CO into 1 minus D divided by P. Optimum length of each lot size production run, that is equal to TP, that is equal to root of 2DCO divided by CH into root of P divided by P minus D. Total cost is equal to D into C plus D divided by Q into CO plus Q divided by 2 into P minus D divided by D into CH. അതായത് ഇവിടെ ഇക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2DCO ഡിവൈഡഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡഡ് ബൈ P മൈനസ് D ആണ്. ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ റൺ ടൈം TP, പ്രൊഡക്ഷൻ റൺ ടൈമിനെ TP എന്നാണ് പറയുന്നത്. ദ ഇൻവെൻറ്ററി ഇൻക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് P. റേറ്റ് ഓഫ് പിക്ക് അനുസരിച്ചിട്ട് ഇൻവെൻറ്ററി ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് സൈമിൾട്ടേനിയസ്ലി ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് ഡി. റേറ്റ് ഓഫ് ഡിക്ക് അനുസരിച്ച് സൈമിൾട്ടേനിയസ്ലി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ദെർഫോർ ദ ഇൻവെൻറ്ററി ഗ്രാജുവലി ബിൽഡപ്പ് അറ്റ് ദ റേറ്റ് ഓഫ് P മൈനസ് D യൂണിറ്റ്. അതുകൊണ്ട് തന്നെ ഇൻവെൻറ്ററി എന്നുള്ളത് ബിൽഡപ്പ് ചെയ്യുന്നത് P മൈനസ് D എന്നുള്ള യൂണിറ്റിലായിരിക്കും ഡ്യൂറിങ് എ പ്രൊഡക്ഷൻ റൺ ആൻഡ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് D ബിറ്റ്വീൻ പ്രൊഡക്ഷൻ റൺ. ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് Q/2 into P minus D divided by P into CH. Production setup cost is equal to D divided by Q into CO. Total minimum variable inventory cost is equal to root of 2DCO into CH into P minus D divided by P. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു രണ്ട് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 11 അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 12 പറയുന്നത്. ഇത് വെച്ചുള്ള രണ്ട് പ്രോബ്ലംസ് ആണ്. Rajiv, a contractor, has to supply 5,000 bearings per day to an automobile manufacturer. He finds that when he starts a production run, he can produce 20,000 bearings per day. The cost of holding a bearing in stock for 1 year is ₹1 and setup cost of production run is ₹900. How frequently production run be made? അതായത് രാജീവ് എ കോൺട്രാക്ടർ ഹാസ് ടു സപ്ലൈ 5,000 ബെയറിങ്സ്. രാജീവ് എന്നുള്ളൊരു വ്യക്തി ഒരു കോൺട്രാക്ടറാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? 5000 ബെയറിങ്സ് സപ്ലൈ ചെയ്യാൻ ചെയ്യുന്നത്. ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർക്ക് ഒരു ദിവസം 5000 ബെയറിങ്സ് സപ്ലൈ ചെയ്യുന്നുണ്ട്. രാജീവ് എന്നുള്ളൊരു കോൺട്രാക്ടർ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർക്ക് 5000 ബെയറിങ്സ് പെർ ഡേ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹി ഫൈൻഡ്സ് ദാറ്റ് വെൻ ഹി സ്റ്റാർട്ട്സ് എ പ്രൊഡക്ഷൻ റൺ he can produce 20,000 bearings per day.
അതായത് പ്രൊഡക്ഷൻ റൺ സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് 20,000 ബെയറിങ്സ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കണ്ടെത്തി. ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ ബെയറിംഗ് ഇൻ സ്റ്റോക്ക് ഫോർ 1 ഇയർ ഈസ് ₹1. ഒരു വർഷത്തേക്ക് ഒരു സ്റ്റോക്ക് ബെയറിംഗ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ₹1 ആണ്. ആൻഡ് സെറ്റപ്പ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റൺ ഈസ് 900. സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റൺ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് 900 ആണ്. ഹൗ ഫ്രീക്വൻ്റ്ലി പ്രൊഡക്ഷൻ റൺ ബി മെയ്ഡ്, എത്രമാത്രം ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ റൺ മെയ്ഡ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുക? ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഇൻ എ ഇയർ ആർ 300. ഒരു ഇയറിലുള്ള ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് 300 ആണെന്ന് നമ്മളോട് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞത്. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് 300 ആണെന്ന് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞത്. സോ ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 300. അപ്പോൾ 15 lakh എന്ന് കിട്ടും, 15 ലക്ഷം എന്ന് കിട്ടും. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് ₹1 പെർ ബെയറിംഗ് പെർ ഇയർ. CO അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ 900 എന്ന് കിട്ടും. D എന്നുള്ളത് എത്രയാണ്? 5,000 ആണ്. P എന്നുള്ളത് 20,000 ആണ്. D 5,000, P എന്നുള്ളത് 20,000. 20,000 ബെയറിങ്സ് പെർ ഡേ ആണ് പറഞ്ഞത്. ഹി ക്യാൻ പ്രൊഡ്യൂസ് 20,000 ബെയറിങ്സ് പെർ ഡേ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് 20,000 ബെയറിങ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് P എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണ്. D എന്നുള്ളത് 5,000 ആണ്. അപ്പോൾ നമുക്ക് Q ഈസ് ഈക്വൽ ടു എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? √2DCO ഡിവൈഡഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡഡ് ബൈ P മൈനസ് D എന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് റേറ്റ് ആണ്, P എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ റേറ്റ് ആണ്. അതറിയാലോ, D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് റേറ്റും P എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ റേറ്റും ആണ്. ഡിമാൻഡ് റേറ്റ് എന്നുള്ളത് 5,000 ആണ്. അതുപോലെ തന്നെ ടോട്ടൽ ഡിമാൻഡ് പറയുമ്പോൾ 5,000 × 300 ആകുമ്പോൾ 15 lakh വരും. P എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റേറ്റ് ആണ്. പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത് 20,000 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് √2 ഇൻറ്റു 15 lakh ഇൻറ്റു 900 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 20,000 ഡിവൈഡഡ് ബൈ 20,000 മൈനസ് 5,000. അപ്പോൾ നമുക്ക് 60,000 ബെയറിങ്സ് എന്ന് കിട്ടും. 60,000 ബെയറിങ്സ് എന്ന് നമുക്ക് എന്ത് കിട്ടും? Q കിട്ടും. Q അല്ലെങ്കിൽ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി എന്നുള്ളത് കിട്ടും. ഒരു ബാച്ചിൻ്റെ എക്കണോമിക് ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് കിട്ടും. T എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എന്താ ടൈം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിൽ Q ഡിവൈഡഡ് ബൈ D. 60,000 ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? Q എന്നുള്ളത് കിട്ടിയത് 60,000 ബെയറിങ്സ് ആണ് കിട്ടിയത്. ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ 5,000 ആണ്. അപ്പോൾ 60,000 ഡിവൈഡ് ബൈ 5,000 ആകുമ്പോൾ 12 ദിവസം നമുക്ക് കിട്ടും. ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ P. Q എന്ന് പറഞ്ഞാൽ 60,000 ആണ്. ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ റേറ്റ് 20,000. അപ്പോൾ ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 60,000 ഡിവൈഡ് ബൈ 20,000 3 ദിവസം നമുക്ക് കിട്ടും. 3 days എന്ന് കിട്ടും. സോ ദ പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട്സ് അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 12 days ആൻഡ് production continuous for 3 days so that in each cycle a batch of 60,000 bearings is produced. അതായത് പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 12 days 12 ദിവസത്തെ ഇൻ്റർവെല്ലിലാണ് പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതും. ആൻഡ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ഫോർ 3 days 3 ദിവസത്തേക്ക് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടപ്പിലാക്കുന്നുള്ളതും. സോ ദാറ്റ് ഇൻ ഈച്ച് സൈക്കിൾ, അതുകൊണ്ട് തന്നെ ഓരോ സൈക്കിളിലും നമുക്ക് എന്ത് ചെയ്യാം? 60,000 ബെയറിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളതുമാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ നമ്മളിതിൽ ആദ്യം എന്ത് ചെയ്യണം? ഡിമാൻഡ് റേറ്റ് ഏതാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ റേറ്റ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വർഷത്തിൽ 300 ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5,000 × 300 ആകുമ്പോൾ 15 ലക്ഷം എന്ന് കിട്ടും. ക്യാരിയിങ് കോസ്റ്റ് ₹1 തന്നിട്ടുണ്ട്. സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് 900 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർമുലയിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി കിട്ടും. ഒരു ബാച്ചിൻ്റെ എക്കണോമിക് ക്വാണ്ടിറ്റി എത്രയെന്ന് കിട്ടും. ആ ബാച്ചിൻ്റെ എക്കണോമിക് ക്വാണ്ടിറ്റി എത്രയും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ EOQ എന്നോ EBQ എന്നോ രണ്ട് വേണമെങ്കിൽ പറയാം. ഇത് എക്കണോമിക് ഓർഡറിന് പകരം നമ്മൾ ബാച്ച് എന്നുള്ളതായിട്ട് എടുത്തു എന്ന് മാത്രം. പ്രൊഡക്ഷൻ ഒരു ബാച്ചായിട്ട് നടപ്പിലാക്കുന്ന കാരണം പ്രൊഡക്ഷൻ്റെ ആയതുകൊണ്ട് നമ്മൾ ബാച്ച് എന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ EBQ കാണുമ്പോൾ നമ്മളതിന് ഫോർമുല വ്യത്യാസമുണ്ട്. Q is equal to √2DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡ് ബൈ P മൈനസ് D എന്നുള്ള ഫോർമുലയിലേക്ക് നമ്മൾ ഒരു ബാച്ച് ക്വാണ്ടിറ്റിയുടെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ബാച്ചിൻ്റെ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 60,000 ബെയറിങ്സ് എന്ന് കിട്ടും. 60,000 ബെയറിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ Q ഡിവൈഡഡ് ബൈ D എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 ദിവസം എന്ന് കിട്ടും. ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് Q ഡിവൈഡ് ബൈ P ആണ്. അതായത് 60,000 ഡിവൈഡ് ബൈ 20,000 ആകുമ്പോൾ 3 ദിവസം എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഓരോ ബാച്ചിലും നമുക്ക് 60,000 ബെയറിങ്സ്. ഇൻ ഈച്ച് സൈക്കിൾ എ ബാച്ച് ഓഫ് 60,000 ബെയറിങ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓരോ സൈക്കിൾ ബാച്ചിലും നമുക്ക് 60,000 ബെയറിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അത് 3 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടപ്പിലാക്കുകയും പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട്സ് അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് 12 ഡേയ്സ്. 12 ദിവസത്തെ ഇൻ്റർവെല്ലിനാണ് പ്രൊഡക്ഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ഫോർ 3 ഡേയ്സ്. 3 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടപ്പിലാക്കാമെന്നും. ആൻഡ് സോ ദാറ്റ് ഇൻ ഈച്ച് സൈക്കിൾ എ ബാച്ച് ഓഫ് 60,000 ബെയറിങ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഓരോ ബാച്ചിലും നമുക്ക് ഓരോ സൈക്കിളിലും നമുക്ക് 60,000 ബാച്ച് ബെയറിങ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും കഴിയും. തുടർച്ചയായിട്ട് 3 ദിവസത്തേക്ക് 12 ദിവസം തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടപ്പിലാക്കാൻ കഴിയും. നെക്സ്റ്റ് പറയുന്നത് ഇല്ലൂസ്ട്രേഷൻ 12 ഇല്ലൂസ്ട്രേഷൻ 12 നോക്കുക. ഇല്ലൂസ്ട്രേഷൻ 12 എന്താ പറയുന്നത്? ഇല്ലൂസ്ട്രേഷൻ 12 പറയുന്നത് എ മാനുഫാക്ചറിങ് കമ്പനി നീഡ്സ് 2,000 യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കോമ്പോണൻറ്റ് എവറി ഇയർ. The company buys it at the rate of 20 per unit. The order processing cost for this part is estimated at ₹10 and the cost of carrying a part in stock comes to about ₹2 per year. The company can manufacture this part internally. In that case, it saves 20% of the price of the product, but it estimates a setup cost of ₹100 per production run. The annual production rate would be 2,500 units. However, the inventory holding cost remains unchanged. Determine the EOQ and the optimal number of orders to be placed in a year. Determine the optimum production lot size and average duration of the production run. Should the company manufacture the component internally or continue to purchase it from the supplier? അതായത് ഇവിടെ എന്താ പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് 2000 യൂണിറ്റ് ഓരോ വർഷത്തിലും പർട്ടിക്കുലർ കോമ്പോണൻ്റ് എന്നുള്ളത് ആവശ്യമാണ്. എ മാനുഫാക്ചറിങ് കമ്പനി നീഡ്സ് 2,000 യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കോമ്പോണൻറ്റ് എവരി ഇയർ. എല്ലാ വർഷവും ഒരു പർട്ടിക്കുലർ കോമ്പോണൻറ്റിൻ്റെ 2000 യൂണിറ്റ് മാനുഫാക്ചറിങ് കമ്പനിക്ക് ആവശ്യമാണ്. ദ കമ്പനി ബൈസ് ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 20 per യൂണിറ്റ്. ഒരു യൂണിറ്റിന് 20 രൂപ വെച്ചൊരു കമ്പനി ഇത് ബൈ ചെയ്യാണ്. ദ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് ഫോർ ദിസ് പാർട്ട്. ഈ പാർട്ടിൻ്റെ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്നുള്ളത് ₹10 ആണ്. ആൻഡ് ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് എ പാർട്ട് ഇൻ സ്റ്റോക്ക് കംസ് ടു എബൌട്ട് 2 per year. അതായത് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് 2 ആണ്. ഇനിയോ ദ കമ്പനി ക്യാൻ മാനുഫാക്ചർ ദിസ് പാർട്ട് ഇൻറ്റേർണലി. കമ്പനിക്ക് ഈ പാർട്ട് ഇൻറ്റേർണലായിട്ട് മാനുഫാക്ചർ ചെയ്യാൻ കഴിയും. ഇൻ ദാറ്റ് കേസ് ഇറ്റ് സേവ്സ് 20% ഓഫ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിക്ക് പ്രൊഡക്റ്റിൻ്റെ 20% സേവ് ചെയ്യാൻ കഴിയും. ബട്ട് ഇറ്റ് എസ്റ്റിമേറ്റ്സ് എ സെറ്റപ്പ് കോസ്റ്റ് ഓഫ് ₹100 per പ്രൊഡക്ഷൻ റൺ. പ്രൊഡക്ഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപ സെറ്റപ്പ് കോസ്റ്റ് അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ദ ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് വുഡ് ബി 2,500 യൂണിറ്റ്. ആനുവൽ പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത് 2,500 യൂണിറ്റ് ആണെങ്കിൽ ഹവർ ദ ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റ് അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞാൽ EOQ കാൽക്കുലേറ്റ് ചെയ്യണം, ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം, ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷുഡ് ദ കമ്പനി മാനുഫാക്ചർ ദ കോമ്പോണൻറ്റ് ഇൻറ്റേർണലി ഓർ കണ്ടിന്യൂ ടു പർച്ചേസ് ഇറ്റ് ഫ്രം ദ സപ്ലയർ. അതുപോലെ തന്നെ കമ്പനി ഇത് ഇൻറ്റേർണലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണോ ബെനിഫിറ്റ്, അതോ സപ്ലയറുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതാണോ കണ്ടിന്യൂ ചെയ്യുന്നതാണോ ബെനിഫിറ്റ് എന്നുള്ളത് നമ്മളോട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 2,000 യൂണിറ്റ് ആണ്. ഡിമാൻഡ് എന്നുള്ളത് 2000 യൂണിറ്റ് ആണ്. CO എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഓർഡറിങ് കോസ്റ്റ് എന്നുള്ളത് 10. ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് 2 per unit per year. ഇനി നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്യണം. EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ √2DCO ഡിവൈഡഡ് ബൈ CH ദാറ്റ് ഈസ് ഈക്വൽ ടു √2 × 2000 × 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 141 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഒപ്റ്റിമൽ നമ്പർ ഓഫ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ N ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ Q എന്നുള്ളതാണ് ഫോർമുല. അപ്പോൾ നമ്മൾ 2000 ഡിവൈഡഡ് ബൈ 141, അപ്പോൾ 14 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് റേറ്റ് 2000 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത് 2,500 യൂണിറ്റ് ആണ്. ഓർഡറിങ് കോസ്റ്റ് അതായത് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് 100 ആണ്. ഓർഡറിങ് കോസ്റ്റ് 10, സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത്
ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് 10 സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് 100 ആണ്. അപ്പോൾ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡഡ് ബൈ P മൈനസ് D. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 2000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 2500 ഡിവൈഡ് ബൈ 2500 മൈനസ് 2000. അപ്പോൾ നമുക്ക് 1000 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ കാൽക്കുലേറ്റ് ചെയ്യാൻ Q ഡിവൈഡഡ് ബൈ D ആണ് ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 2500, 1000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്ത് Q എന്ന് പറയുന്നത്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസിനാണ് ഇവിടുത്തെ Q എന്ന് പറയുന്നത്. ആ 1000 ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് റേറ്റ്, D അല്ല P ആണ്. Q ഡിവൈഡഡ് ബൈ P ആണ് ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ. ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ P ആണ്. 1000 ഡിവൈഡഡ് ബൈ 2500 ആണ്. അപ്പോൾ നമുക്ക് 0.4 ഇയർ എന്ന് കിട്ടും. D അല്ല അത് വരിക, അത് തെറ്റാണ്, P ആണ് വരിക. Q ഡിവൈഡഡ് ബൈ P ആണ്. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 2500 എന്ന് പറയുമ്പോൾ നമുക്ക് 0.4 ഇയർ എന്ന് കിട്ടും. ഇഫ് ഇറ്റ് ഈസ് പർച്ചേസ്ഡ് ഫ്രം ദ സപ്ലയർ, സപ്ലയറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു D ഇൻറ്റു C പ്ലസ് D ഡിവൈഡഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു CH. അപ്പോൾ നമുക്ക് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2000 ഇൻറ്റു 20 പ്ലസ് 2000 ഡിവൈഡ് ബൈ 141 ഇൻറ്റു 10 പ്ലസ് 141 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 40000 പ്ലസ് 141.84 പ്ലസ് 141. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40282.85 എന്ന ആൻസർ കിട്ടും. ഇഫ് ദ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ കോസ്റ്റ് C ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 80%. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 20 ഇൻറ്റു 80%. 80% എന്ന് പറഞ്ഞാൽ ഏതാണ്? 80%. 80% നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ 20% ഇറ്റ് സേവ്സ് 20% ഓഫ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പോൾ 100 നിന്ന് 20 പോയാൽ 80%. അപ്പോൾ 20 ഇൻറ്റു 80% പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 16. CO ഈസ് ഈക്വൽ ടു 100, P ഈസ് ഈക്വൽ ടു 2500. Total cost is equal to D into C plus D divided by Q into CO plus Q divided by 2 into P minus D divided by D into CH. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2000 ഇൻറ്റു 16 പ്ലസ് 2000 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100 പ്ലസ് 1000 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2500 മൈനസ് 2000 ഡിവൈഡഡ് ബൈ 2500 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 32400 എന്ന് കിട്ടും. അപ്പോൾ from the above we can observe that it is better to produce the item within the organization. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അങ്ങനെയാകുമ്പോൾ നമുക്ക് 32400 രൂപയെ വരുള്ളൂ. പുറത്തുനിന്ന് സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് 40282.85 രൂപ വരും. അപ്പോൾ ബെറ്റർ ഏതാണ്? ഫേം ക്യാൻ പ്രൊഡ്യൂസ് ദ ഐറ്റം വിത്തിൻ ദ ഓർഗനൈസേഷൻ ഇറ്റ് സെൽഫ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഫേമിനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം ഡിമാൻഡ് എന്താണെന്ന് നോക്കി, ഓർഡറിങ് കോസ്റ്റ്, അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ്, ഇത് മൂന്നും നമ്മൾ അനലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ EOQ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ഒപ്റ്റിമൽ നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, N എന്ന് പറയുന്നത്. അതിന് നമ്മൾ D ഡിവൈഡ് ബൈ Q എന്നുള്ള ഫോർമുല ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ CH ഇൻറ്റു P ഡിവൈഡഡ് ബൈ P മൈനസ് D എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് 1000 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ റൺ കാൽക്കുലേറ്റ് ചെയ്യാൻ Q ഡിവൈഡഡ് ബൈ P ആണ് പ്രൊഡക്ഷൻ റേറ്റ്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ 1000 ഡിവൈഡഡ് ബൈ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ റേറ്റ്. അപ്പോൾ നമുക്ക് 0.4 ഇയർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? അത് നമുക്ക് തന്നിട്ടുണ്ട്. D ഇൻറ്റു C പ്ലസ് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു CH. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 40282.85 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് 40282.85 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ ഇഫ് ദ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ D ഇൻറ്റു C പ്ലസ് D ഡിവൈഡ് ബൈ Q ഇൻറ്റു CO പ്ലസ് Q ഡിവൈഡ് ബൈ 2 ഇൻറ്റു P മൈനസ് D ഡിവൈഡ് ബൈ D
ഇൻറ്റു CH. അപ്പോൾ നമുക്കത് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ആൻസർ എത്ര കിട്ടും? ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്കത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 32,400 എന്ന ആൻസർ കിട്ടും. 32,400 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് അതിൻ്റെ അനുമാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ അനുമാനമായിട്ട് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.